വേനൽ അവധിക്കാലത്ത് നിങ്ങൾക്കും ശിശു സംരക്ഷണ സമിതിയുടെ കീഴിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാകാം. കുഞ്ഞുങ്ങൾക്ക് കുടുംബാന്തരീക്ഷം എന്തെന്ന് മനസ്സിലാക്കി നൽകാൻ ഫോസ്റ്റർ കെയർ ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്. താൽക്കാലിക സംരക്ഷണം കാത്തിരിക്കുന്നത് 12ഓളം കുഞ്ഞുങ്ങളാണ്. ഈ അവധിക്കാലത്ത് ശിശു സംരക്ഷണ സമിതിയുടെ കീഴിൽ കഴിയുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാവാം. വിവിധ സ്ഥാപനങ്ങളിലായി കഴിയുന്ന 10ലേറെ കുട്ടികൾക്കാണ് ഈ വേനൽ അവധിക്കാലത്ത് ശിശു സംരക്ഷണ സമിതി രക്ഷിതാക്കളെ തേടുന്നത്. അവധിക്കാലമായാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ താമസിച്ചു പഠിക്കുന്ന ഭൂരിഭാഗം കുഞ്ഞുങ്ങളും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ് പതിവ്. എന്നാൽ വീടുകളിലേക്ക് പോകാൻ കഴിയാത്ത കുട്ടികൾക്കായാണ് താൽക്കാലിക സംരക്ഷണത്തിന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഫോസ്റ്റർ കെയർ ഒരുക്കുന്നത്. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷവും അവിടെയുള്ള സ്നേഹവും സുരക്ഷിതത്വവും സന്തോഷവും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ദമ്പതികൾക്കും ഏകരക്ഷിതാവിനും കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാം. ഇത്തരത്തിൽ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. വിശദമായ അന്വേഷണത്തിനും നടപടിക്രമങ്ങൾക്കും ശേഷമാകും അപേക്ഷകൾക്ക് അനുമതി ലഭ്യമാവുക. കുട്ടികളുടെ വളർച്ച പൂർണ്ണമാകുന്നത് കുടുംബങ്ങളിലാണ്. ആത്മവിശ്വാസവും ആത്മധൈര്യത്തോടെ കുട്ടികളെ വളരാൻ സഹായിക്കുന്നത് കുടുംബങ്ങളാണെന്നുള്ള പഠനങ്ങളുടെ കണ്ടെത്തലാണ് സത്യം ഈ ഫോസ്റ്റർ കെയറിന് പിന്നിലുള്ളത്. ഹോമുകളിൽ നിൽക്കുന്ന കുട്ടികൾ വീടുകളുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ ജീവനക്കാർ കുട്ടികൾക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകും. ശേഷം കുട്ടിയെയും രക്ഷിതാക്കളെയും ജില്ലാ ബാലനീതി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് വിധേയമാക്കും. രക്ഷിതാവിന് നൽകേണ്ട കുട്ടിയെ തീരുമാനിക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാകും. താൽക്കാലിക പോറ്റുവളർത്തലിനായി നൽകുന്ന കുട്ടികൾക്ക് മേൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ മേൽനോട്ടമുണ്ടാകും. ഫോസ്റ്റർ കെയറിനായി ഫെബ്രുവരി 15 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. 59 സ്ഥാപനങ്ങളിലെ കുഞ്ഞുങ്ങളാണ് താൽക്കാലിക രക്ഷിതാക്കൾക്കായി കാത്തിരിക്കുന്നത്. അവരെ നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.